പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് മീനുവിനെ. പാർവതി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് കുതിച്ചെത്തുകയും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് മീനു. മാത്രവുമല്ല, എങ്ങനെയോ ആ സ്വർണ്ണാഭരണം നമ്മുടെ സാമ്പാറിൽ വീണു എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന മീനു എനിക്ക് ഇതിന് പിന്നിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം രക്ഷിക്കുന്നതിനായി അവിടേക്ക് ശിവരഞ്ജിനി എത്തിയിരിക്കുകയാണ്. ഇതോടെ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് ശിവരഞ്ജിനി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ശിവരഞ്ജിനിയുടെ പദ്ധതികൾ ഇതേ തുടർന്ന് വിജയിക്കുകയാണ്. ശിവരഞ്ജിനി പറയുന്നത് പോലെ ശിവരഞ്ജിനിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനായി മീനു ഒടുവിൽ തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാം കടപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് മീനു ചെയ്യുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. മീനു അപ്രതീക്ഷിതമായി അന്ന് കല്യാണത്തിന് വന്ന പെൺകുട്ടിയെ കാണാൻ ഇടയാവുകയാണ്. ഇതോടെ ഞെട്ടിപ്പോകുന്ന മീനു നാരായണനോട് അന്നത്തെ വിവാഹ ചടങ്ങിൽ ആ പെൺകുട്ടി പങ്കെടുത്തിരുന്നുവെന്നും അവൾ മാല പോയ കാര്യം അറിഞ്ഞതിന് ശേഷം മുങ്ങുകയാണ് ഉണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നാരായണൻ അവളെ പിടികൂടണം എന്നുള്ള കാര്യം അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി അവളെ ട്രാപ്പിലാക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ ആ പെൺകുട്ടിക്ക് വന്നിരിക്കുകയാണ്. മുന്നിൽ നിന്ന് നാരായണനും പിന്നിൽ നിന്ന് മീനുവും വന്നതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുകയാണ്. ഇതേ തുടർന്ന് നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ പറയാം. പക്ഷേ ഞങ്ങൾക്ക് സത്യമറിയണം. സത്യമറിയാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് എനിക്കൊന്നും അറിയില്ല, എന്നെ വെറുതെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ പെൺകുട്ടി. ഇത് കേൾക്കുന്ന മീനു അപ്പോൾ നീ സത്യം പറയില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഇതും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് സത്യങ്ങൾ ഞാൻ തുറന്നു പറയാമെന്നും പക്ഷേ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള അഭ്യർത്ഥന മുഴക്കുകയും ചെയ്യുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ശരി, ഞാൻ നോക്കട്ടെ, അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് നീ പറയണം, എനിക്ക് അതറിയണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അന്ന് എനിക്ക് ഒരു കൊട്ടേഷൻ ലഭിച്ചതാണ്. ആ സ്വർണ്ണാഭരണം മോഷ്ടിക്കണമെന്നും നിങ്ങളുടെ വണ്ടിയിൽ ഒളിപ്പിക്കണം എന്നുമുള്ള കാര്യം. ഇത് കേൾക്കുന്ന മീനു ആകെ ഞെട്ടിപ്പോകുന്നു. ഞങ്ങൾക്കെതിരെ അങ്ങനെ കളിക്കാൻ ആരാണുള്ളത്? ആരാണ് നിനക്ക് അതിനുള്ള നിർദ്ദേശവും പണവും നൽകിയത്? ആദ്യം ആ പെൺകുട്ടി വ്യക്തമാക്കാതെ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് കൃത്യമായി ആളെ അറിയില്ല, അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് നടക്കില്ല എന്ന് നാരായണൻ വ്യക്തമാക്കുന്നു. സത്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞേ തീരൂ. അതിനു വേണ്ടിയാണ് ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ കമ്പനിയുടെ സൽപ്പേര് വരെയാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീനുവിന് സ്വന്തം കമ്പനി അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നിങ്ങളുടെ കമ്പനി അടപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എനിക്ക് ഈ കൊട്ടേഷൻ നൽകിയത് എന്ന് ആ പെൺകുട്ടി അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ രഹസ്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന്
എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു നിന്നു പോവുകയാണ് മീനു. ആരാണ് നിനക്ക് ആ കൊട്ടേഷൻ നൽകിയത്? എന്തിനാണ് നൽകിയത്? ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ എന്ന് മീനു പറഞ്ഞതിനെ തുടർന്ന് നിങ്ങളുടെ കമ്പനിയുടെ വളർച്ചയിൽ അസൂയ മൂത്ത ഒരാൾ തന്നെയാണ് നൽകിയത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ആരാണ് എന്ന് നീ വ്യക്തമാക്കണം എന്നുള്ള കാര്യം നാരായണൻ പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അത് മറ്റാരുമല്ല ശിവരഞ്ജിനി മാഡം ആണ് എന്ന് ഒടുവിൽ കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സമ്മതിച്ചിരിക്കുകയാണ്. എനിക്ക് പൈസ നൽകിയത് അവരാണ് എന്നും ആ പേര് പുറത്ത് പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം എന്ന് ആ പെൺകുട്ടി പറഞ്ഞ് കരയുകയാണ്. ഈ കാഴ്ച കണ്ട് മീനുവാകെ ഞെട്ടിപ്പോവുകയാണ്. തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഗ്രഹമാണ് തകർന്ന് താഴെ വീണത് എന്ന് മീനു ഒടുവിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനു മുന്നിലേക്ക് പോവുകയും ശിവരഞ്ജിനിയുടെ വീട്ടിലേക്ക് ചെന്ന് എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തത് ശിവരഞ്ജിനിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ ജോലിയിൽ ഞാൻ നിൽക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മീനു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ശിവരഞ്ജിനി നിന്നതിനെ തുടർന്ന് എന്നെക്കാളും പ്രായം കൊണ്ട് മൂത്ത സ്ത്രീയായി പോയി, ഇല്ലെങ്കിൽ മുഖമടിച്ച് തെറിപ്പിച്ചേനെ എന്ന് മീനു പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.